നമ്മുടെ സൺഡേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുദിനമാണ്. ഈ ആഘോഷ ദിനത്തെ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവിക സാന്നിധ്യമാർന്ന ചുവടുകളിലൂടെ ദൈവമഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ യോഗത്തിന് തുടക്കം കുറിക്കുവാനായി പ്രയതാന്തമായി എത്തുന്നു LP വിഭാഗത്തിലെ കുട്ടികൾ. നമുക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരു നൃത്തം കാഴ്ചവെച്ച കൊച്ചുകൂട്ടുകാർക്ക് നന്ദി. ഈ ആഘോഷ പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് സെന്റ് അഗസ്റ്റിൻസ് പള്ളി അസിസ്റ്റന്റ് വികാരി റവറൽ ഫാദർ റോണി വെച്ചുപറമ്പലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
പിതാക്കന്മാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് നമുക്കറിയാം. നമ്മുടെ വിശ്വാസ പരിശീലന വാർഷികം നാം എല്ലാവരും ഒന്നു ചേർന്ന് ഇന്ന് ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊള്ളുകയാണ്. എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് കടകട്ടെ. ഇന്നത്തെ നമ്മുടെ വിശ്വാസ പരിശീലന വാർഷിക ആഘോഷത്തിൻ്റെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം വികാരിയച്ഛനാണ്. ബഹുമാനപ്പെട്ട ജെയിംസ് വടക്കേക്കണ്ടി അച്ഛന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മളുടെ വിശ്വാസ പരിശീലന വാർഷിക ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ അതിരൂപത സെന്റ് ലൂസും ദീപിക മാനേജിംഗ് ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അച്ഛനെക്കുറിച്ച് എനിക്കറിയാവുന്നതിനും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അച്ഛൻ ഇടപെടുന്ന എല്ലാ മേഖലകളും, ആധ്യാത്മികമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും കൃത്യതയോടെ, തീഷ്ണതയോടെ, ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ ഒരു വ്യക്തിയെ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ആഘോഷം ഉദ്ഘാടനം ചെയ്യുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എത്രയും സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി ബഹുമാനപ്പെട്ട വെട്ടിക്കാട്ടിൽ മൈക്കിളച്ചനെ സ്നേഹപൂർവ്വം ഇന്നത്തെ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, വിശ്വാസ പരിശീലന സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ലിജോ സാറാണ്. നമുക്കറിയാം ഒരുപാട് തിരക്കുള്ളതാണ് സാറ്. നമുക്കറിയാം പയ്യാവൂർ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാ ആഴ്ചയും കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയും വെള്ളിയാഴ്ച ശനിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ തിരിച്ചെത്തുകയും നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് നല്ല രീതിയിലുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കുകയും താൻ ഏറ്റെടുത്തിന് ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കൃത്യതയോടെ ചെയ്യുന്ന വ്യക്തിയാണ്. ഇത്രയും തിരക്കുണ്ടായിട്ടും ഈ ഒരു വലിയ ഉത്തരവാദിത്തം ആത്മാർത്ഥതയോടെ ചെയ്യുന്നതിന് നമുക്ക് പ്രത്യേകമായിട്ട് സാറിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ആശംസകൾ നേരുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഈ വിശ്വാസ പരിശീലന ആഘോഷത്തിലേക്ക് ബഹുമാനപ്പെട്ട ലിജോ ജോർജ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിന്നത്തെ വിശ്വാസ പരിശീലന ആഘോഷത്തിന് ആശംസകൾ നേരുന്നത് MPTA പ്രസിഡന്റ് സിനിമോൾ ജോഷിയാണ്. നമുക്കറിയാം, സിനിമോൾ ജോഷി നമ്മുടെ വിശ്വാസ പരിശീലനത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ആളാണ്. സിനിമോൾ ജോഷിയെയും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനിയും സ്വാഗതം പറയാണ്. നമുക്കറിയാം, ദിലീപ് സാറ് സ്റ്റാഫ് സെക്രട്ടറിയാണ്. അതുപോലെ മറ്റ് മതാധ്യാപകരുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉണ്ട്, മാതാപിതാക്കൾ, നിങ്ങളെല്ലാവരും ഉണ്ട്, നമ്മുടെ ഓരോ കുട്ടികളുമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഇന്നത്തെ വിശ്വാസ പരിശീലന ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റോണിയച്ച. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് വിശ്വാസ പരിശീലനത്തിന്റെ ലക്ഷ്യമെന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കരിങ്കുന്നം സെന്റ് അഗസ്റ്റിൻ സൺഡേ സ്കൂൾ വിശ്വാസ പരിശീലന വേദിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പരിശീലനത്തിന്റെ 2024-25 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സൺഡേ സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. രണ്ടായിരത്തി 2024-25 വർഷത്തെ സെന്റ് അഗസ്റ്റിൻ സൺഡേ സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട്. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിയമാവർത്തനം 6-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ബഹുമാന്യരെ, വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നമ്മുടെ വരും തലമുറയെ വിശ്വാസത്തിൻ്റെ ആഴത്തിലും ആത്മീയതയിലും വളർത്തി സത്യവും നീതിയും കൃത്യനിഷ്ഠയും മൂല്യബോധവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സെന്റ് അഗസ്റ്റിൻ സൺഡേ സ്കൂളിലെ 2024-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിശ്വാസ പരിശീലനത്തിന് മുന്നൊരുക്കം. വിശ്വാസ പരിശീലനത്തിന് മുന്നൊരുക്കമായി 2/6/2024 9:30 കുർബാനയ്ക്ക് ശേഷം
വിശ്വാസ വിരുന്നിനെ തുടർന്ന് പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട വികാരി ജെയിംസ് വടക്കേക്കണ്ടഗിരി അച്ഛൻ്റെ അധ്യക്ഷതയിൽ അധ്യാപകർ ഒന്നിച്ചു ചേർന്ന് 2024-25 വർഷത്തെ ഭാവി പരിപാടികൾ തീരുമാനിച്ചു. നേതൃത്വ സമിതി: വികാരി റവറൻഡ് ഫാദർ ജെയിംസ് വടക്കേക്കണ്ടഗിരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എബ്രാഹാം പുതുക്കുളം, ഫാദർ നിതിൻ വെട്ടിക്കാട്ട്, ഫാദർ റോണി വെച്ചുപറമ്പിൽ, ഹെഡ്മാസ്റ്റർ ലിജോ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് ജോസഫ് എന്നിവരോടൊപ്പം അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയുമുള്ള 21 അധ്യാപകർ ഇവിടെ സേവനം ചെയ്യുന്നു. പ്രവേശനോത്സവം 9/6/2024 9:30 വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഈ വർഷം പുതുതായി വന്ന കുട്ടികൾ രക്ഷിതാക്കളും ഒന്നിച്ച് മെഴുകുതിരിയും പിടിച്ച് പ്രദക്ഷിണമായി ആൾത്താരുടെ മുൻപിലേക്ക് വരികയും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും തുടർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ബൈബിൾ നഴ്സറി: തീരെ ചെറുപ്പത്തിലെ തന്നെ പാട്ടിലൂടെയും കഥകളിലൂടെയും കളികളിലൂടെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കുട്ടികളെ വളർത്തുന്നതിനായി പ്രീ പ്രൈമറി കുട്ടികൾക്കായുള്ള ഈ വർഷത്തെ ബൈബിൾ നഴ്സറി 16/6/2024 ആരംഭിച്ചു. PTA മീറ്റിംഗ്: സൺഡേ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി 16/6/2024 PTA ജനറൽ ബോഡി മീറ്റിംഗ് ബഹുമാനപ്പെട്ട വികാരി ജെയിംസ് അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടി. ഭൂരിഭാഗം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ റോബിൻ മാത്യു വടക്കേക്കരയെയും PTA പ്രസിഡന്റായി ശ്രീമതി ബീന ബോബി കുമ്പളാനിക്കലിനെയും തിരഞ്ഞെടുത്തു. അന്നേ ദിവസം പിണർകയിൽ ടിനേഷ് അച്ഛൻ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുത്തു. 1/11/2024 ചേർന്ന PTA മീറ്റിംഗിൽ ശ്രീ UK സ്റ്റീഫൻ സാർ രക്ഷിതാക്കൾക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. വിശ്വാസ പരിശീലന വാർഷികം: വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികാഘോഷം 7/7/2024 7 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിവക പാരിഷ് ഹാളിൽ വെച്ച് നടത്തി. അഭിവന്ദ്യ മാർ പ്രിൻസ് പാണക്കാടൻ പിതാവ് ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി എബ്രാഹാം പുതുക്കുളത്തിലച്ഛൻ സ്വാഗതവും ലിജോ ജോർജ് HM ആശംസയും HM സ്റ്റീഫൻ CA നന്ദിയും രേഖപ്പെടുത്തി. ബഹുമാനപ്പെട്ട ഇടവക വികാരി ജെയിംസ് അച്ഛൻ അധ്യക്ഷനായിരുന്നു. LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തിരിച്ചുള്ള വിവിധ കലാപരിപാടികൾ യോഗത്തിൻ്റെ മോടി വർദ്ധിപ്പിച്ചു. ബൈബിൾ പഠനം: ബൈബിൾ പഠനത്തിന് മുൻതൂക്കം നൽകുന്നതിന് 5 മുതൽ 12 വരെയുള്ള എല്ലാ കുട്ടികളെയും ലോഗോസ് ക്വിസിൽ പങ്കെടുപ്പിക്കുകയും അതിന് മുന്നൊരുക്കമായി ലോഗോസ് ക്വിസിന് മുമ്പുള്ള എല്ലാ ഞായറാഴ്ചയും രണ്ടാമത്തെ പീരീഡിൻ്റെ അവസാന 10 മിനിറ്റിൽ ക്വിസ് മത്സരവും നടത്തി വരുന്നു. ബൈബിൾ കമ്മീഷൻ നടത്തിയ നിരവധി മത്സരങ്ങളിൽ ഈ സൺഡേ സ്കൂളിൻ്റെ HM ലിജോ ജോർജ്, അധ്യാപിക ജിൻസി എന്നിവർ അടങ്ങുന്ന ടീമിന് ഈ വർഷവും നിരവധി സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി. സംഘടനകൾ: വിശ്വാസ പരിശീലനത്തിനൊപ്പം തിരുബാല സഖ്യം, മിഷൻ ലീഗ്, KCYL എന്നീ സംഘടനകളിൽ കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നു. ഈ സംഘടനകൾ നടത്തുന്ന അതിരൂപത സംസ്ഥാനതല മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടിയും വരുന്നു. ക്രിസ്തുമസ് ദിനാഘോഷം: 22/12/2024 കൂടിയ ക്രിസ്തുമസ് ദിനാഘോഷം 9:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇടവക വികാരി ജെയിംസ് അച്ഛനും സഹവികാരി നിതിൻ അച്ഛനും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷം എല്ലാ കുട്ടികൾക്കും കേക്ക് വിതരണം നടത്തുകയും ചെയ്തു. പ്രതിഭാസംഗമം: ഈ വർഷം രൂപതാതലത്തിൽ നടത്തിയ പ്രതിഭാസംഗമത്തിൽ ഈ ഇടവകയിൽ നിന്നും +2 തലത്തിൽ ആബേൽ ജെ ജോസ് വട്ടുകുളം മികച്ച പ്രതിഭയായി തിരഞ്ഞെടുത്തു. വിശ്വാസ വിരുന്ന്: ഏപ്രിൽ മാസം 1 മുതൽ 5 വരെ നടത്തുന്ന വിശ്വാസ വിരുന്നിനായി 22/3/2025 പ്രത്യേക പാരിഷ് കൗൺസിൽ വിളിച്ചു ചേർക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും വിതരണം ചെയ്യുകയും സഹായിക്കുന്നതിനുമായി ശ്രീ ടിനി തോമസ് ഇടാമ്പുറത്ത് കൺവീനറായ 8-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. കൂടാതെ 16/3/2025 സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും
സെൻറ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ KCYL, KCWA, പാരിഷ് കൗൺസിൽ, KCC, PTA എന്നിവരുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ വളരെ ഭംഗിയായി വിശ്വാസ വിരുന്ന് നടത്തപ്പെട്ടു. വിനോദയാത്ര. പഠനത്തോടൊപ്പം ഉല്ലാസവും നമുക്ക് ആവശ്യമാണ്. ഇത്തവണത്തെ വിനോദയാത്ര കന്യാകുമാരി, ദൈവസഹായം പള്ളിയുടെ സ്മൃതിമണ്ഡപം സ്ഥിതി ചെയ്യുന്ന തിരുനെൽവേലി എന്നിവിടങ്ങളിലേക്കായിരുന്നു. ബഹുമാനപ്പെട്ട ജെയിംസ് വടക്കേക്കണ്ടി അച്ഛൻ്റെയും അസിസ്റ്റന്റ് വികാരി നിതിൻ വെട്ടിക്കാട്ടച്ഛൻ്റെയും നേതൃത്വത്തിൽ നടന്ന വിനോദയാത്ര ഒരു പ്രത്യേക അനുഭവമായിരുന്നു. നന്ദിയുടെ ഒരു വാക്ക്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം വിശ്വാസ പരിശീലനമാണ് എന്ന് കണ്ട് തൻ്റെ വിലയേറിയ സമയവും കഴിവും അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വികാരി റവറൻഡ് ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്കരി, സഹവികാരിമാരായിരുന്ന ഫാദർ നിതിൻ വെട്ടിക്കാട്ട്, ഫാദർ റോണി വെച്ചുപറമ്പിൽ, ഫാദർ എബ്രാഹിം പുതുക്കുളം എന്നിവരെയും പ്രധാന അധ്യാപകനായ ലിജോ ജോർജ്, മറ്റ് സഹ അധ്യാപകർ, സ്ഥലം മാറ്റം ലഭിച്ചുപോയ സിസ്റ്റർ ലിസ്ന, മുൻ വർഷങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സഹ അധ്യാപകരായ ശ്രീ സൈജു മാണി, ശ്രീ CA സ്റ്റീഫൻ, ശ്രീമതി മിനി ജോസ് തുടങ്ങിയവരെയും വിശ്വാസ പരിശീലനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാവിധ സഹായവും പ്രോത്സാഹനവുമായി നിൽക്കുന്ന PTA ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കൈക്കാരന്മാർ, അക്കൗണ്ടൻറ്റ്, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേക നന്ദിയോടെ ഓർക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി ഓരോ നിമിഷവും നമ്മെ കൈപിടിച്ച് നടത്തുന്ന നല്ലവനായ ദൈവത്തിനു മുമ്പിൽ ഓരോ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും ഇനിയും അനേക മക്കൾക്ക് വിശ്വാസത്തിൻ്റെ കൈത്തിരി പകർന്നു നൽകുവാൻ അനുഗ്രഹം യാചിച്ചുകൊണ്ടും ദൈവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് ദിലീപ് ജോസഫ്, സ്റ്റാഫ് സെക്രട്ടറി. ദിലീപ് സർ, സെന്റ് അഗസ്റ്റിൻസ് സൺഡേ സ്കൂളിന്റെ സർവതോന്മുഖമായ വളർച്ചയ്ക്കായി തന്റെ സമയവും കഴിവുമെല്ലാം പരമാവധി വിനിയോഗിച്ചുകൊണ്ട് നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ വികാരി റവറൻഡ് ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്കരിയെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. 2024-25 സൺഡേ സ്കൂളിൻ്റെ വാർഷിക മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛ, സ്വാഗതം പറഞ്ഞ റോണി അച്ഛ, റിപ്പോർട്ട് വായിച്ച ദിലീപ് സാറ്, ആശംസകൾ അറിയിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ലിജോ ജോർജ് സാറ്, അതുപോലെ MPTA പ്രസിഡന്റ് ഷിനിമോൾ ജോഷി കൂട്ടക്കല്ലിങ്ങിൽ, നന്ദി പറയുന്ന സിസ്റ്റർ ഉദയ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചു കുട്ടികളെ, കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെ മനോഹരമായിട്ട് ദിലീപ് സാറ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ അതിരൂപതയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ വിശ്വാസ പരിശീലനം നമ്മൾ കൊണ്ടുപോകുന്നത് എന്ന് ആ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതിന് പ്രത്യേകമായിട്ട് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ HMI ലിജോ നനിയാമരിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരാണ്. അവർ എല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ സൺഡേ സ്കൂള് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ അവരെ സഹായിക്കുന്ന PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവരോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് ഏറ്റവും മനോഹരമായിട്ടും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുവാനായിട്ട് കഴിഞ്ഞു. നമ്മളിന്ന് ഈ വാർഷിക മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഒരേ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഏതാണ്ട് റിസൾട്ടുകളിലൂടെയൊക്കെ കണ്ണോടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇതാണ്: നമ്മുടെ സ്കൂൾ അക്കാഡമിക് തലത്തിൽ പല കുട്ടികളും വളരെ മികവായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് മാർക്കിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ അല്പം പിന്നോട്ട് പോകുന്നുണ്ട്.
അതുകൊണ്ട് മാതാപിതാക്കന്മാർ ഒരു കാര്യം ഏറ്റവും സ്നേഹത്തോടു കൂടെ ഓർക്കണം. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് വിശ്വാസ പരിശീലനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. വിശ്വാസ പരിശീലനത്തിൻ്റെ കളരി എന്ന് പറയുന്നത് അത് നമ്മുടെ കുടുംബങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ വിശ്വാസപരമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് കുട്ടികൾ ശരിയായ ജീവിത പാതയിലേക്ക് മുന്നേറുവാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ അക്കാഡമിക് തലത്തിൽ മാത്രം വളരെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മികവുറ്റ മാർക്കുകൾ വാങ്ങിക്കുമ്പോൾ ജീവിത തലത്തിൽ അവർ പരാജയപ്പെടുന്നതായിട്ട് പലരുടെയും അനുഭവത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. അവനാറ്റു തീരത്തി വൃക്ഷം പോലിലകൊഴിയാതെ വളർന്നിടും. അവനാറ്റു തീരത്തി വൃക്ഷം പോൽ ഇലകൊഴിയാതെ വളർന്നിടും. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. ഇന്നുടെ ആത്മമെന്നും ഇന്നുടെ ആത്മമെന്നും നൃപവരനെ ഗുരുവേ നിന്നുടെ നിയമങ്ങളിൽ അനുദിനവും പരനെ ആശ്രയം തേടിടുന്നു. പകലില്ലാതെ അവ ഞാൻ ധ്യാനിക്കുന്നു. കുളിരരുവിക്കരയിൽ നിൽക്കും വാടാവൃക്ഷം പോൽ കുളിരരുവിക്കരയിൽ നിൽക്കും വാടാവൃക്ഷം പോൽ എന്നുടെ ചെയ്തികൾ സഫലമായി തീരും. എന്നുടെ ചെയ്തികൾ സഫലമായി തീരും. ഞാനെന്നും തവ ഗീതം പാടിയിടും. നിൻ പാവനനാമത്തെ വാഴ്ത്തിയിടും. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു ചരിക്കാത്തവൻ പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. ഇന്നുടെ മാർഗങ്ങളെ ഇന്നുടെ മാർഗങ്ങളെ നൃപവരനെ ഗുരുവേ ശോധന ചെയ്തിടണേ. ശരണമെനിക്കരുളി ശാശ്വത പാതകളിൽ ശുഭമായി നിന്നിടുവാൻ ശക്തി പകർന്നരുളൂ. പരിരക്ഷണമുതിരും കൃപയെ പാലനമേകണമേ. പരിരക്ഷണമുതിരും കൃപയെ പാലനമേകണമേ. എൻ വഴിധാരയിൽ ദീപമായി തെളിയോ. എൻ മനതാരിതിൽ ശാന്തിയായി നിറയോ. നിന്ദവ്യ സ്നേഹത്തിനാരാമത്തിൽ ഞാൻ ആയിരമിതളുള്ള പൂവായിടാം. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾക്കൊത്തു
ചരിക്കാത്തവൻ പാപികൾ തൻ കൂടാരങ്ങളിൽ പാർക്കാത്തവൻ ഭാഗ്യവാൻ. അവനാറ്റു തീരത്തെ വൃക്ഷം പോലിന കൊഴിയാതെ വളർന്നിടും. അവനാറ്റു തീരത്തെ വൃക്ഷം പോൽ ഇല കൊഴിയാതെ വളർന്നിടും. ദുഷ്ടത നിറയും മനസ്സുകൾ തൻ ഇച്ഛകൾ കൊത്തു ചരിക്കാത്തവൻ. താങ്ക് യു. താങ്ക് യു കുര്യാക്കോസ്. നമ്മുടെ സൺഡേ സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം അതിരൂപതയുടെ സെന്റ് ലൂസ് ആയ റവറൻ ഫാദർ മൈക്കിൾ വെട്ടിക്കാടാണ്. ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ അച്ഛൻ കോട്ടയം അതിരൂപതയുടെ വിവിധ മേഖലകൾ സുത്യർഹമായ സേവനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ കേരള സർക്കാരിന്റെ പങ്കാളിത്തത്തോടുകൂടി മധ്യ കേരളത്തിന്റെ ഒരു വലിയ സംരംഭമാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ കർമ്മകുശല ശ്ലാഘനീയമാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട റോണി വെച്ചുപറമ്പിലച്ച, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ശ്രീ ലിജോ സാർ, സ്റ്റാഫ് സെക്രട്ടറി നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ദിലീപ്, ഇവിടെ ആശംസ അർപ്പിക്കുന്ന മദർ പി ടി എ പ്രസിഡൻ്റായ ശ്രീമതി ഷിനി മോൾ, അസിസ്റ്റൻ്റ് ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഉദയ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, കുടാരയോഗ ഭാരവാഹികൾ, വിശ്വാസ പരിശീലന അധ്യാപകർ, പ്രിയ സമുദായ സംഘടനാ ഭാരവാഹികളെ, പ്രിയ കൂട്ടുകാരെ, ഒരു ഇടവക കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഇടവകയിലെ വിശ്വാസ പരിശീലനം. ആ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷിക ആഘോഷമെന്ന് പറയുന്നത് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അയവിറക്കാനും മുൻപോട്ട് പ്രവർത്തനത്തിന് ഊർജം സംഭരിക്കാനുമുള്ള അവസരമാണല്ലോ. അതുകൊണ്ട് നമ്മൾ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചു, അകത്തുനിന്ന് സ്നേഹവിരുന്ന്, പിന്നീട് നമ്മളിപ്പോഴും ഇവിടെ ഒരുമിച്ച് ആയിരിക്കുകയാണ്. എനിക്ക് ചെറിയ വാക്കുകളിൽ 4 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ നയിക്കുക. നിത്യജീവിതത്തിലുള്ള പ്രത്യാശയാണ് നമുക്ക് ജീവിതത്തിന് പ്രതീക്ഷ നൽകുക. അതിലേക്ക് നമ്മളെ വഴികാട്ടുന്നതാണ് നമ്മുടെ ഇടവക കൂട്ടായ്മയും ഇടവകയുടെ സ്ഥിരാകേന്ദ്രമായ ദേവാലയവും ദേവാലയത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന കൂദാശകളും ആ കൂദാശകളിലേക്ക് നമ്മെ നയിക്കുന്ന വിശ്വാസ പരിശീലനവും വിശ്വാസ പരിശീലനത്തിലൂടെ അതിൻ്റെ തത്വങ്ങൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള സമുദായ സംഘടനകളും ഭക്തസംഘടനകളുമെല്ലാം ഇതെല്ലാം ചേരുമ്പോൾ മനോഹരമായ ഒരു കൂട്ടായ്മയിൽ വിശ്വാസ ജീവിതത്തിലെ വളർച്ചയാണ് സാധ്യമാവുക. ഒരു വ്യക്തി ദൈവോന്മുഖമായി ജീവിക്കുവാൻ ഈ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കായുള്ള ഈ എല്ലാ സംവിധാനങ്ങളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് പരമപ്രധാനമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, വിശ്വാസത്തോടൊപ്പം ക്നാനായ സമുദായ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സമുദായ അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കൂട്ടായ്മ വളരുന്നതിലൂടെ പരസ്പര ഇഴയടുപ്പം വളരുവാനും കൂട്ടായ്മയിൽ വളരുവാനും സമുദായത്തെ സ്നേഹിക്കുവാനും സമുദായ ബന്ധങ്ങളിൽ വളരുവാനും വഴിയൊരുങ്ങും. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇടവകയിലും ക്നാനായ കത്തോലിക്ക കോൺഗ്രസും ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷനും ക്നാനായ കാത്തലിക് യൂത്ത് ലീഗും ഒക്കെ സംഘടനകൾ അതിമനോഹരമായി പ്രവർത്തിച്ച് ഈ സമുദായ സ്നേഹത്തിൽ വളർത്തുവാൻ ഇടവരിക. ഞാനിന്ന് ദേവാലയത്തിൽ 2 വിശുദ്ധ കുർബാനയിലും പങ്കെടുത്ത അവസരത്തിൽ ആദ്യത്തെ കുർബാന തീരുന്ന സമയമാകുമ്പോൾ ഞാൻ എത്തി. അപ്പോൾ ഞാൻ 2 വിശുദ്ധ കുർബാനയിലും വിവാഹം വിളിച്ചു ചെല്ലുന്ന കണ്ടു. വിവാഹം വിളിച്ചു ചെല്ലിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ആ വിവാഹത്തിൽ 3 വിവാഹമെങ്കിലും വിളിച്ചു ചെല്ലിയതിൽ ഞാൻ ശ്രദ്ധിച്ചത് 3ലും വിവാഹം കഴിക്കുന്നവരിൽ ഒരാൾ
അമേരിക്കയിലോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തെയോ ഒരു ജ്ഞാനായ മിഷനിൽ അംഗമായിട്ടുള്ള ആളാണ്. വിദേശത്തെ ജ്ഞാനായ പള്ളികളും മിഷനുകളും സ്ഥാപിച്ച സമയത്ത് നമ്മൾ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അതിനെക്കുറിച്ച് തെറ്റായി പറയുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്തുവെങ്കിൽ അതിൻ്റെ നന്മയുടെ ഫലങ്ങളാണ് ഇന്ന് നമ്മുടെ പള്ളിയിൽ വിളിച്ചുള്ള വിവാഹത്തിൽ തന്നെ 3 വിവാഹങ്ങൾ വിളിച്ചില്ലപ്പോൾ ആ 3-ലെ വരൻ അല്ലെങ്കിൽ വധു നമ്മൾ രൂപം കൊടുത്ത് നമ്മുടെ വൈദികരെ അയച്ച് നമ്മുടെ മുൻ വികാരി പ്രിയപ്പെട്ട അലസ് ഓലിക്കരി അച്ഛൻ ഉൾപ്പെടെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന വിദേശ മിഷനുകളിലൂടെ ഈ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് വഴിയൊരുങ്ങി സമുദായ ബലത്തിൽ നിലനിർത്തുവാൻ വഴിയൊരുങ്ങുന്നത്. ഒരു വൃക്ഷം വെച്ച് പിടിപ്പിക്കുമ്പോൾ വളരെ കഷ്ടപ്പാട് തോന്നും. ആ വൃക്ഷം അവിടെ വെക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ, അതവിടെ വെച്ചാൽ ശരിയാകുമോ, അത് നമുക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ആ വൃക്ഷത്തിൽ ഫലം വരുമ്പോൾ ആ ഫലത്തെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ വിശ്വാസ പരിശീലനത്തിലൂടെ ഈ സമുദായ അവബോധം വളരുന്നു. നമ്മുടെ കുട്ടികൾ വിദേശത്ത് ആയിരിക്കുന്ന അവസരത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ ചിക്കാഗോയിൽ സെന്റ് മേരീസ് ഇടവകയിൽ മാത്രം ഒരു ഞായറാഴ്ച, അതായത് ഒരു ഞായറാഴ്ച വിശ്വാസ പരിശീലനം നേടുന്ന കുട്ടികളുടെ എണ്ണം 600-നും 700-നും ഇടയ്ക്കാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അത്രയും കുട്ടികൾ വിശ്വാസ പരിശീലനത്തിൽ ഒരു ഇടവക കൂട്ടായ്മയിൽ വരുന്നുവെങ്കിൽ അതിലൂടെ സമുദായ ബോധത്തിൽ വളരാൻ വഴിയൊരുങ്ങുന്നു. അതുകൊണ്ട് സമുദായ കൂട്ടായ്മ വളരുവാൻ അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും നമ്മുടെ വിശ്വാസ പരിശീലന വേദികൾ വഴിയൊരുങ്ങുമെന്നുള്ളതാണ് രണ്ടാമത് ഞാൻ പറയുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, വിശ്വാസവും സമുദായ സ്നേഹവും ഉണ്ടെങ്കിൽ അത് മാത്രമായില്ല, മൂല്യബോധം, സത്യത്തെക്കുറിച്ചുള്ള അവബോധം അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. നമുക്കറിയാവുന്നതുപോലെ എല്ലാ തലങ്ങളിലും സത്യത്തിനും മൂല്യങ്ങൾക്കും വിലയിടിവ് സംഭവിക്കുകയും അവസരത്തിന് ഉചിതമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സത്യത്തിനും മൂല്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളുവാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക പഠന കളരിയാണ് നമ്മുടെ കുടുംബങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് സ്കൂളും വിശ്വാസ പരിശീലന വേദികളും. സ്കൂളുകളിൽ പഴയതുപോലെ ഈ ധാർമ്മിക പരിശീലനത്തിലുള്ള അവസരം കുറഞ്ഞു വരുന്ന പശ്ചാത്തലത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ സർവപ്രധാനമാണ്. അതുകൊണ്ട് വിശ്വാസ പരിശീലന ക്ലാസുകളിലൂടെ ഈ മൂല്യബോധവും നിലപാടുകളും വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അസ്തിത്വം എന്ന് പറയുന്നത് സഹ അസ്തിത്വമാണ്. ഓരോരുത്തരും മറ്റു ആളുകളോട് ചേരുമ്പോഴാണ് നമ്മൾ സാമൂഹ്യ ജീവിയായി തീരുക. മനുഷ്യബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യബന്ധങ്ങൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യബന്ധങ്ങൾ വളരുവാൻ ഇന്നിവിടെ നടന്ന വിവിധ പ്രോഗ്രാമുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വെൽക്കം ഡാൻസ് തുടങ്ങി ഏത് കാര്യം വന്നാലും അവിടെ കൂട്ടായി എല്ലാവരും ആലോചിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച് ബന്ധങ്ങൾ വളരുന്ന കൂട്ടായ്മ വരുന്ന സാഹചര്യം ഉണ്ടാവുക. മനുഷ്യബന്ധങ്ങൾ വളരുവാൻ അത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ടാണല്ലോ മനുഷ്യബന്ധത്തിലും സ്നേഹത്തിലും വളരുവാൻ ഈശോ നമ്മളെ പ്രബോധിപ്പിച്ചത്. ഈ നാലാമത്തെ ദൗത്യവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. ഒന്ന്, നമ്മുടെ വിശ്വാസം സർവ്വപ്രധാനമാണ്, അതിൽ വളരുവാൻ നമുക്ക് കഴിയണം. 2, നമ്മുടെ സമുദായ സ്നേഹം, ഇഴയെടുപ്പം, അതിൽ വളരുവാൻ നമുക്ക് കഴിയണം. 3, മൂല്യബോധവും നിലപാടുകളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 4-മത്തെ കാര്യം, സാമൂഹിക അവബോധം വളരുവാനും പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ദേവാലയത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂല്യബോധവും സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും സാമൂഹിക അവബോധം വളർത്തുവാനും നമ്മെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമമാണ് ദീപിക. ആ ദീപിക പോലെയുള്ള മാധ്യമങ്ങളിലൂടെ, നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം അപ്രാദേശ് പോലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് ഈ മൂല്യബോധവും നിലപാടുകളും ഉറച്ചു നിൽക്കുവാനുള്ള ബോധ്യവും നൽകുവാനും സാമൂഹ്യ ബോധത്തിൽ വളരുവാനും വഴിയൊരുങ്ങും. അതുവഴി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഒരുപോലെ വളരണമെന്നതുപോലെ തന്നെ നമുക്ക് വിശ്വാസത്തിൽ, സഭാസ്നേഹത്തിൽ, സമുദായ ബോധത്തിൽ, മൂല്യബോധത്തിൽ, അതോടൊപ്പം തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ വളരുവാൻ വിശ്വാസ പരിസ്ഥിതിയുടെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഓരോരുത്തരെയും കൃത്യമായി അഭിനന്ദിച്ചുകൊണ്ട് ദൈവാംഗങ്ങൾ നേർന്നുകൊണ്ട് അതിരൂപതയുടെ പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
വേണ്ടി മനോഹരമായ ഗാനം ആലപിച്ച നിയാനോബിക്ക് നന്ദി. സെന്റ് അഗസ്റ്റിൻ സൺഡേ സ്കൂളിന്റെ പ്രധാന അധ്യാപകനും ഞങ്ങളുടെ വഴികാട്ടിയുമായ ശ്രീ ലിജോ ജോർജ് സാറിനെ ഏറെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ യോഗാധ്യക്ഷൻ ജെയിംസ് അച്ഛ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ, അതുപോലെ തന്നെ നമ്മുടെ മുൻ അസിസ്റ്റന്റ് വികാരിയുമായ മൈക്കിൾ വെട്ടിക്കാട്ടച്ച, നമ്മുടെ MBTA പ്രസിഡന്റ് സിനിമോൾ ജോഷി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ അധ്യാപകരെ, പ്രിയ കുട്ടികളെ, ആദ്യമായി തന്നെ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആദ്യമായി തന്നെ നേരുകയാണ്. സീറോ മലബാർ സഭയുടെ മതബോധന ഡയറക്ടറിയിൽ വിശ്വാസ പരിശീലനത്തെ നിർവചിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: മാമോദീസ സ്വീകരിച്ചവർ വിശ്വാസത്തിൽ പക്വതപ്പെടുന്നതിനും അതുവഴി ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നതിനും വേണ്ടി സഭ ക്രമാനുഗതമായും ചിട്ടയായും നടത്തുന്ന ഒരു വിദ്യാഭ്യാസ പരിശീലനമാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. സഭയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ദൗത്യമാണ് ദൈവജനത്തെ വിശ്വാസത്തിൽ വളർത്തി സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളത്. വർദ്ധിച്ച മൂല്യബോധം, അടിയുറച്ച വിശ്വാസം, സമ്പന്നമായ ആത്മീയത, നിസ്വാർത്ഥമായ പ്രേക്ഷിത ചൈതന്യം എന്നിവ സ്വായത്തമാക്കണമെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് മികച്ച ഒരു വിശ്വാസ പരിശീലനം കിട്ടിയേ തീരൂ. ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിലുള്ള വിശ്വാസ പരിശീലനവും അതേ തുടർന്നുള്ള നമ്മുടെ മതബോധന ക്ലാസ്സുകളുമാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബം, സ്കൂൾ, വിശ്വാസ പരിശീലന ക്ലാസുകൾ എന്നിവയെല്ലാം ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷണവും പരിശീലനവും നിയന്ത്രണവും അനുസരിച്ച് മാത്രമേ കുട്ടികൾ നല്ല കുട്ടികളായി വളരുകയുള്ളൂ. സ്കൂളും വിശ്വാസ പരിശീലന ക്ലാസുകളുമെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് കുടുംബമാണ് പ്രഥമ വിശ്വാസ പരിശീലന വേദി എന്ന് നാം പറയുന്നത്. മാലാഖയായി ജനിക്കുന്ന ഒരു കുഞ്ഞ് ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രധാനപ്പെട്ട വേദിയാണല്ലോ നമ്മളുടെ സൺഡേ സ്കൂളുകൾ എന്ന് പറയുന്നത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഒരു വിശ്വാസ പരിശീലന കളരിയാണ് സഭ നമുക്കായി ആവിഷ്കരിച്ചിരിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ ചോദിക്കാറുണ്ട്, എന്തിനാണ് നമ്മൾ വിശ്വാസ പരിശീലനം നടത്തുന്നത്? വേദപാഠം പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്ന്. എന്നാൽ കേവലം ഭൗതികമായിട്ടുള്ള ഒരു നേട്ടത്തിനല്ല, മറിച്ച് നമ്മുടെ മക്കളെ വിശ്വാസത്തിലും സന്മാർഗത്തിലും ആഴപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസുകൾ നടത്തുക. ഒരു കുട്ടി വിശ്വാസ പരിശീലന ക്ലാസുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായും അവർ 3 ഘട്ടങ്ങളിലൂടെ രക്ഷയിലേക്ക് കടന്നു വരേണ്ടതാണ്. ഈശോയെ അറിയുക, ഈശോയെ ജീവിതത്തിൽ പകരുക, ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. വിശ്വാസ പരിശീലന കളരി പൂർത്തിയാകണമെങ്കിൽ ഈ 3 ഘട്ടങ്ങളിലൂടെ ഒരു കുട്ടി കടന്നു പോകേണ്ടത് ആവശ്യമാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു കുട്ടി ചെന്നെത്തുക തീർച്ചയായും സ്വർഗത്തിൽ ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ വാർഷികത്തിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചടുലമായി നൃത്തച്ചുവടുകളാൽ അരങ്ങിൽ ആവേശത്തിന്റെ അലയടികൾ ഉതിർക്കാൻ നമുക്ക് മുന്നിലെത്തുന്നു UP വിഭാഗത്തിലെ ചുണക്കുട്ടികൾ. Wing
അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അടിപൊളി ഡാൻസ് കാഴ്ചവെച്ച ഞങ്ങളുടെ കുഞ്ഞനുജിമാർക്ക് നന്ദി. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി NPTA പ്രസിഡന്റ് ശ്രീമതി ഷിനിമോൾ ജോഷി കൂട്ടങ്കല്ലിങ്ങലിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെ അധ്യക്ഷനായ ഫാദർ ജെയിംസ് അച്ഛനും മുഖ്യ അതിഥിയായിരുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിൽ അച്ഛനും കൂടാതെ നമ്മുടെ കൊച്ചച്ഛൻ ഫാദർ റോണി, ഹെഡ് മാസ്റ്റർ ലിജോ സാറ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഈ പുതിയ അധ്യയന വർഷത്തിൽ സൺഡേ സ്കൂളിൻ്റെ വാർഷികം സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും PTAയുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. നമ്മുടെ ഈ സൺഡേ സ്കൂൾ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ഈ ഒത്തുചേരൽ ഇനിയും തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ സൺഡേ സ്കൂൾ കുട്ടികൾക്കായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം നല്ലൊരു പൗരനാകാനുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതിൻ്റെ എല്ലാം പിന്നിൽ ടീച്ചേഴ്സ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. ഇത്രയും നാൾ വർണ്ണാഭമായി ശോഭിച്ചു നിന്ന നമ്മുടെ സൺഡേ സ്കൂൾ ഇനിയുള്ള നാളുകളിലും ഏറ്റവും അധികം ശോഭയോടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകായിരം കുട്ടികളെ പൊതുസമൂഹത്തിനും സഭയ്ക്കും പ്രയോജനമുള്ളവരായി വാർത്തെടുക്കുവാൻ നമ്മുടെ സൺഡേ സ്കൂൾ വഴി ഈശ്വരൻ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഷിനി ചേച്ചി. അടുത്തതായി മനോഹരമായ മ്യൂസിക്കൽ ഡ്രാമയുമായി നമുക്ക് മുന്നിലെത്തുന്നു ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ. Hallelujah.
ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് നന്ദി. നൃത്തം എന്നത് ഒരു കവിതയാണ്. അതിലെ ഓരോ ചലനവും ഒരു വാക്കാണ്. നയന മനോഹരമായ മറ്റൊരു നൃത്തവുമായി എത്തുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികൾ. ചടുലമായ നൃത്തച്ചുവടുകളാൽ നമ്മെ ആനന്ദിപ്പിച്ച ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികൾക്ക് നന്ദി. 2024-25 അധ്യയന വർഷത്തിൽ നടന്ന വിവിധ പ്രവർത്തനങ്ങളുടെ സമ്മാനദാനം ചടങ്ങാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. സമ്മാനം നൽകുന്നതിനായി നമ്മുടെ ഉണ്ണിയച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനദാനമാണ് ഇപ്പോൾ നടത്തുന്നത്. ആരും പോകരുത് കേട്ടോ.
ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. ആദ്യമായിട്ട് 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ പ്രൊവിഷ്യൻസിക്കുള്ള അവരുടെ സമ്മാന വിതരണമാണ്. പേര് വിളിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് കടന്നു വരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഈ മുമ്പിലേക്ക് കടന്നു വരുവാനായിട്ട് ശ്രദ്ധിക്കുക. 1-ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ജോൺ ജെറി ജോൺ തട്ടാമറ്റത്തിൽ. സെക്കൻഡ് പ്രൈസ് ജെർണ മരിയ ജോബി തട്ടാമറ്റത്തിൽ. പേര് വിളിക്കുന്ന കുട്ടികൾ അവരുടെ പേരൻസുമായി പെട്ടെന്ന് തന്നെ ഈ സ്റ്റേജിലേക്ക് കടന്നു വരിക. 2-ാം ക്ലാസ്സിലെ 1-ാം സ്ഥാനം സേറ ക്രിസ്റ്റി കുമ്പളാനിക്കൽ. ആരും വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാൽ വാങ്ങിക്കാവുന്നതാണ്. എമറൽഡ ടോജൻ പനംകാലായി. 3-ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് സൈമൺ ദീപു കളപ്പുരി. സെക്കൻഡ് പ്രൈസ് ബെനഡിക്ട് ജോൺ ജോർജ് കൊച്ചുമങ്കര. നാലാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ഇമ്മാനുവൽ ജെ ജോസഫ് വട്ടപ്പറമ്പിൽ. ബെൻസൺ നീർപ്പുര കാലായി. ആറാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് മെർലിൻ ദീപു കളപ്പുരി. സെക്കൻഡ് പ്രൈസ് സേറ മേരി ജെറി തട്ടാമറ്റതിൽ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. 7-ാം ക്ലാസ്സിൽ ക്രിസ്റ്റി ബിച്ചോ വളാഞ്ചേരി. സെക്കൻഡ് പ്രൈസ് ആഗ്നസ് സരീസ് അറയ്ക്കപ്പറമ്പിൽ. എട്ടാം ക്ലാസ്സിൽ ഏഞ്ചലൻ അന്ന എബി പൂച്ചക്കാട്ടിൽ. സെക്കൻഡ് പ്രൈസ് മാത്യു കുര്യാക്കോസ് ചൊള്ളാനിക്കൽ. 9-ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ക്രിസ്റ്റ ജീവൻ വെള്ളമറ്റത്തിൽ. രണ്ടാം സമ്മാനം 2 കുട്ടികൾക്കുണ്ട്. അന്ന ബോബി കുംബ്ലാനിക്കൽ ആൻഡ് എസ്.ആർ. എലിസബത്ത് വിജയ് പുന്നന്താനം. പത്താം ക്ലാസ്സിൽ ദിയ മേരി ജെറി തട്ടാമറ്റത്തിൽ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ആൽവിൻ മാത്യു ബിനോയ് പൂകുമ്പേ. അവരുടെ മാതാപിതാക്കളും കൂടെ വരികയാനായിട്ട് ശ്രദ്ധിക്കണേ. 11-ാം ക്ലാസ്സിൽ ആൽവിൻ എബി പൂച്ചക്കാട്ടിൽ ഫസ്റ്റ് പ്രൈസ്. സെക്കൻഡ് പ്രൈസ് ലൂക്ക് ജോൺ പാട്ടപ്പതിയിൽ. 12-ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ആൻവിൻ ജോൺസൺ കറുത്തേടത്. സെക്കൻഡ് പ്രൈസ് ജോയൽ ജോസ് പാറടിയിൽ. അടുത്തതായി 2024-25 അക്കാഡമിക് വർഷം ഫുൾ അറ്റൻഡൻസ് നേടിയ കുട്ടികളുടെ പേര് വിവരമാണ്.
44 ദിവസങ്ങളായിരുന്നു നമ്മുടെ വേദപാഠ ക്ലാസ്സുകൾ നടന്നത്. ഫുൾ അറ്റൻഡൻസ് നേടിയ കുട്ടികളുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ വിളിക്കുകയാണ്. 1ാം ക്ലാസ്സിൽ എറിക് തോമസ് പിൽസൺ കാവനാൽ. പേര് വിളിക്കുന്നവർ പെട്ടെന്ന് തന്നെ വരിക. സെക്കൻഡ് പ്രൈസ് 2ാം ക്ലാസ്സിലെ എമർൽഡ ടോജൻ പനംകാലായി. മെറീറ്റ എലിസബത്ത് ദിലീപ് വെള്ളമറ്റത്തിൽ. 3ാം ക്ലാസ്സിൽ സൈമൺ ദീപു കളപ്പുരയിൽ. ബെനഡിക് ജോൺ കൊച്ചുമങ്കര. ദിയ അന്ന റോബിൻ വടക്കേക്കര. 4ാം ക്ലാസ്സിലെ ഇമ്മാനുവൽ കിനു തൈമാലി. സ്റ്റീഫൻ ടോജൻ പനംകാലായി. അനിത സിജോ ഉറുമ്പിൽ. 5ാം ക്ലാസ്സിലെ നിയ നോബി മുളയാനിക്കുന്നി. ടെസ ജീവൻ വെള്ളമറ്റത്തിൽ. ഫെഫ സാജു മടത്തിപ്പറമ്പിൽ. 6ാം ക്ലാസ്സിൽ മെർലിൻ ദീപു കളപ്പുരയിൽ. ഹിസ്റ്റിയ സിറിയക് ചെറുശ്ശേരിയിൽ. 7ാം ക്ലാസ്സിൽ ദിവീന ടിനു തൈമാലി. ലിയോണ കെ സിനു കൈതയ്ക്കത്തൊട്ടിയിൽ. 3ാം ക്ലാസ്സിൽ മൂന്നാമത്തെ ടോംസിൻ സോജൻ പനങ്കാലായി. 8ാം ക്ലാസ്സിലെ ഫിലിപ്പ് ഷിജു കോപ്ലാക്കൽ. അലക്സ് രാജു പുളിയനാൽ. അൻസൽ മാത്യു പൂക്കുമ്പേ. താങ്ക് യു അച്ഛ. അടുത്ത സമ്മാന വിതരണത്തിനായി നമ്മുടെ കൊച്ചച്ഛനെ ക്ഷണിക്കുന്നു. 9ാം ക്ലാസ്സിലെ ക്രിസ്റ്റ ജീവൻ വെള്ളമറ്റത്തിൽ. 10ാം ക്ലാസ്സിൽ ജോയിസ് ജിനു ഇടയാടിയിൽ. എവിൻ ജോൺ മുണ്ടുപുഴയ്ക്കൽ. അലിയ അന്ന സിബു ചിറവാലി. ആൽവിൻ മാത്യു ബിനോയ് പൂകുമ്പേ. 11ാം ക്ലാസ്സിലെ ജീൻ ജോസ് കളരിക്കൽ. ലിറ്റോ കെ സിനു കൈതയ്ക്കത്തൊട്ടിയിൽ. റിനോ സണ്ണി മുണ്ടുപുഴയ്ക്കൽ. ടോം തോമസ് ഇരട്ടച്ചിറയിൽ. ലിയ തോമസ് ചെമ്പനാൽ. നിയോണ നോബി മുളയാനിക്കുന്നേൽ. സുദിന മോൾ സജി. 12ാം ക്ലാസ്സിൽ ഏബേൽ ജെ ജോസ് വട്ടുകുളത്തിൽ. ജോയൽ ജോസ് പാറടിയിൽ. അൻവിൻ ജോൺസൺ കറുത്തേടത്ത്. ലിയ കെ സിനു കൈതയ്ക്കത്തൊട്ടിയിൽ. സാനിയ ഷിജു കോപ്ലാക്കൽ. കീർത്തന സൈജു നടുപ്പറമ്പിൽ. റിയ ഷിൻസൺ ഓലുകുന്നേൽ.
സിസ്റ്റർ ആലിൻ ടോം കൊച്ചുപറമ്പിൽ ഏർപ്പെടുത്തിയ മിഷൻ ലീഗിലെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നേടിയിരിക്കുന്നത് യെവിൻ ജോൺ മുണ്ടുപുഴയ്ക്കൽ. നല്ലൊരു കൈയ്യടി കൊടുക്കുക. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആൻ ലിയ സിബു ചിറവാലി. അടുത്തതായി അതിരൂപതാ തലത്തിൽ 12ാം ക്ലാസ്സിലെ പ്രതിഭാ സംഗമത്തിൽ 1ാം സ്ഥാനം നേടി കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ പ്രതിഭാ സംഗമത്തിലേക്ക് നമ്മുടെ ഇടവകാംഗമായ ആബേൽ ജെ ജോസ് വട്ടുകുളത്തിൽ സെലക്ഷൻ നേടി. അതിന് ഇടവക തലത്തിൽ നൽകുന്ന സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ആബേൽ ജെ ജോസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീലങ്കയിൽ നടന്ന ട്രയാങ്കുലർ ഇന്റർനാഷണൽ റോൾ ബോൾ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച ഇന്ത്യൻ ടീം അംഗങ്ങളായ നമ്മുടെ സൺഡേ സ്കൂളിലെ മാസ്റ്റർ മാത്യു കുര്യാക്കോസിനെയും ജോർജ് കുര്യാക്കോസിനെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം നമ്മുടെ സൺഡേ സ്കൂളിന്റെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി രണ്ടുപേരെയും ക്ഷണിക്കുകയാണ്. അടുത്തതായി ഈ വർഷത്തെ ബെസ്റ്റ് സൺഡേ സ്കൂൾ ടീച്ചറിനുള്ള അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായി വികാരിയസിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുറുപ്പിനകത്തച്ഛൻ ഏർപ്പെടുത്തിയ ഈ അവാർഡ് പ്രഖ്യാപനം ഉടൻ തന്നെ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുറുപ്പിനകത്തച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർത്തുകൊണ്ട് ഈ അവാർഡ് കൊടുക്കുവാനായിട്ട് രണ്ടുപേരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഒന്നാമത് സിസ്റ്റർ ഉദയ, രണ്ടാമത് സോണിയമോൻ സണ്ണി തേക്കുംമൂട്ടിൽ. ഇവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർ ഒരു നല്ല കൈയടികളോടെ ഇവരെ സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോണിമോൻ സണ്ണി. അടുത്തതായി കഴിഞ്ഞ 2024-25 വർഷത്തെ സൺഡേ സ്കൂളിലെ അധ്യാപകർക്കുള്ള ഇടവകയുടെ സമ്മാന വിതരണമാണ്. പേര് വിളിക്കുന്ന അധ്യാപകർ പെട്ടെന്ന് വന്ന് വികാരിയച്ഛനിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റീഫൻ CA കളപ്പുരൈ. അധ്യാപകര് ഈ ഫ്രണ്ടിലേക്ക് തന്നെ കടന്നു വരിക. ദിലീപ് ജോസഫ് വെള്ളമറ്റത്തിൽ, സോണിമോൻ സണ്ണി തേക്കുംമൂട്ടിൽ, സിസ്റ്റർ ഉദയ, മിനി ജോസ് ഏലത്താനം, ജോമിലി കളപ്പുരൈ, ആനി സണ്ണി നനിയാമരുമകൽ, സ്മിത അഖിൽ നായട്ടുപാറ, അനു സോണി തേക്കുംമൂട്ടിൽ, വിനീത കുര്യാക്കോസ് ചള്ളാനിക്കൽ, റമി ജെറി തട്ടാമറ്റത്തിൽ, ജോൺസൺ KK കറുത്തെടുത്ത്, സൈജു മാണി നടുപ്പറമ്പിൽ, അതുല്യ ചൊള്ളാനിക്കൽ, ബിജു മാവേലി പുത്തമ്പരയിൽ, ബീന ബിജു കാവനാൽ, സിസ്റ്റർ സർല SVM, ജിൻസി ലിജോ നനയാമരുതിക്കൽ, സോന സുനിൽ വെള്ളിയപ്പള്ളി,
നേടിയ ആൻലിയ സിബു ചെറവാലി. താങ്ക് യു ലിജോ സർ. ഇന്നത്തെ നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ അതിന്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണല്ലോ. ഏവർക്കും കൃതജ്ഞത പറയുന്നതിനായി സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ഉദയ എസ്മിനെ ക്ഷണിക്കുന്നു. വിശിഷ്ട വ്യക്തികളെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, വേദപാഠം എന്ന പാരമ്പര്യ പാഠശാലയുടെ സുവർണ പതാക ഉയർത്തിക്കൊണ്ടുള്ള ഈ ആഘോഷത്തിന് വഴിയൊരുക്കിയ ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഏവർക്കും സംലഭ്യനും തന്റെ അജപാല ദൗത്യം താൻ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം 100% വിശ്വസ്തയോടെ ചെയ്ത് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ജെയിംസ് അച്ഛൻ. ഈ വാർഷികത്തിന് അധ്യക്ഷത വഹിച്ച് നമ്മെ ധന്യരാക്കിയ ജെയിംസ് അച്ഛന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ആർക്ക് എവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തുന്നതാണ് നമ്മുടെ മൈക്കിൾ അച്ഛൻ. ഉദ്ഘാടന കർമ്മം നടത്തി നമ്മെ അനുഗ്രഹിച്ച് നമ്മോടുള്ള ആത്മബന്ധം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത കോട്ടയം അതിരൂപത ചിഞ്ചലൂസും ദീപിക മാനേജിംഗ് ഡയറക്ടറുമായ വെട്ടിക്കാട്ട് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് ഇടവകാംഗങ്ങളുടെ അകൈതവമായ നന്ദി അറിയിക്കുന്നു. സൺഡേ സ്കൂളിനോടും ഇടവകയോടുമുള്ള തൻ്റെ സ്നേഹവും കടപ്പാടും എത്രമാത്രമുണ്ടെന്ന് സാന്നിധ്യം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ലിജോ സാർ. പയ്യാവൂരിൽ നിന്നും ഇവിടുത്തെ ഏതൊരാവശ്യത്തിനും പറന്നെത്തി തികഞ്ഞ ആത്മാർത്ഥതയോടെ ഹെഡ് മാസ്റ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ നടത്തുകയും ഇന്നത്തെ പരിപാടികൾക്ക് ആശംസ അർപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിന് ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. സ്വാഗതം ആശംസിച്ച നമ്മുടെ കൊച്ചച്ഛനും വർഷങ്ങളായി മതാധ്യാപകനായും ഇപ്പോൾ സ്റ്റാഫ് സെക്രട്ടറിയായും സേവനം ചെയ്ത് 2024-25 പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ച ദിലീപ് സാറിനും ആശംസകൾ അറിയിച്ച MPTA പ്രസിഡന്റിനും പഴയ PTA പ്രസിഡന്റിനും കൈക്കാരന്മാർക്കും മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ച കുഞ്ഞുങ്ങൾക്കും അതിനായി അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയ എല്ലാ മത അധ്യാപകർക്കും ഇന്നത്തെ പരിപാടികൾ ഇത്ര കളർഫുൾ ആക്കാൻ സഹകരിച്ച മാതാപിതാക്കൾക്കും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ വർഷം നമ്മുടെ സൺഡേ സ്കൂളിൽ സേവനം ചെയ്ത സിസ്റ്റർ ലിസ്നയ്ക്കുള്ള സമ്മാനം സിസ്റ്ററിൻ്റെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ സിസ്റ്റർ ഇവിടെ നിന്ന് സിസ്റ്ററിൻ്റെ കോൺവെന്റിലെ മദർ സിസ്റ്റർ ഉദയ ഏൽപ്പിക്കുകയാണ്. ഒരു കൈയുടെ അടുത്തേ. താങ്ക് യു ഉദയ സിസ്റ്റർ. അടുത്തതായി പാപ്പാഗാനത്തിന് കുര്യാക്കോസ് വിജയ് ക്ഷണിക്കുന്നു. പൂപ്പുരാജഗീതികൾ സൽപിതാവിൻ ഗീതികൾ പുത്രരാകയാതരായൊത്തു ചേർന്നു പാടിടാം. പൂപ്പുരാജഗീതികൾ സൽപിതാവിൻ ഗീതികൾ പുത്രരാകയാതരായി ഒത്തു ചേർന്നു പാടിടാം. റോമിൽ വാഴും പൂജനാം താതനെ സ്തുതിക്കുവാൻ ജാതനായ നാളിനായി സ്വാഗതങ്ങളേകുവിൻ. ജാതമായ നാളിനായി സ്വാഗതങ്ങളേകുവിൻ. പൂപ്പുരാജഗീ